ആത്മാവിൻ്റെ വീടാണ് നമ്മുടെ സുഖചികിത്സാ കേന്ദ്രം. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ വേണമല്ലോ, വേണ്ടേ? ട്രീറ്റ്മെൻറ്റ് തരാൻ ഡോക്ടറും വേണ്ടേ? അപ്പോൾ ആരാണ് നമ്മുടെ സുഖചികിത്സകൻ? ആരാണ്? ഹീലിംഗ് സെൻറ്ററിലെ നമ്മുടെ ഹീലർ അല്ലെങ്കിൽ ഡോക്ടർ ആരാണ്? ആരാണ് ഡോക്ടർ? ആരാ ഡോക്ടർ? നമുക്ക് ഡോക്ടറെ അറിയണ്ടേ? ആദ്യം ഡോക്ടറെ അടുത്തല്ലേ പോവുക, പിന്നല്ലേ ചികിത്സകൾ ആരംഭിക്കുള്ളൂ. പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, വെറൊരു സുഖചികിത്സ മതി എന്ന് പറഞ്ഞൊരു ആയുർവേദ സെൻറ്ററിൽ പോയാൽ ആദ്യം എന്ത് പറയും? ഇല്ലില്ല, ആദ്യം നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരും അല്ലേ, എന്നിട്ടേ ചികിത്സ ആരംഭിക്കുള്ളൂ. അപ്പം നമുക്കും ഡോക്ടറെ പരിചയപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഈ ഡോക്ടർ ആത്മാവിന് വേണ്ടുന്ന ചികിത്സ, ശരീരത്തിൻ്റെ ചികിത്സയും ശരീരത്തിന് വേണ്ട ഡോക്ടേഴ്സിനെയും അല്ലേ, ഇപ്പോൾ ഓരോ അവയവത്തിനും ഓരോ ഡോക്ടർമാരുണ്ട്. പണ്ടൊക്കെ ഒരു ഡോക്ടർ ഫുൾ ചികിത്സ ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ണിനൊരു ഡോക്ടർ അല്ലേ, എല്ലിനൊരു ഡോക്ടർ, സ്കിന്നിന് വേറെ ഡോക്ടർ. ആരോ ഒരു ദിവസം തമാശയിട്ട് പറഞ്ഞു, സിസ്റ്റർ ചിലപ്പോൾ ഇനി ഇങ്ങനെ വരും, ഇടത് കണ്ണിന് വേറൊരു ഡോക്ടർ, വലത് കണ്ണിന് വേറൊരു ഡോക്ടർ. അങ്ങനെയൊരു കാലഘട്ടം അല്ലേ, വൈദ്യശാസ്ത്ര രംഗം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ രോഗങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആത്മാവിന് സുഖചികിത്സ നൽകാൻ, ശരീരത്തിൻ്റെ കാര്യമല്ല, ആത്മാവിന് സുഖചികിത്സ നൽകുന്ന ഡോക്ടർ ആരാണ്? ആ ഡോക്ടറെയാണ് നമ്മൾ വൈദ്യനാഥൻ എന്ന് പറയണം. സുപ്രീം സർജൻ, ഈശ്വരൻ അല്ലേ. പക്ഷേ ഈശ്വരൻ ആരാണ്? ഇതൊരു ചോദ്യമാണ് നിറയെ പേരുടെ മനസ്സിൽ. ആരെ ഓർമ്മിക്കും? കൃഷ്ണനെ ഓർമ്മിക്കണോ, രാമനെ ഓർമ്മിക്കണോ അല്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കായിട്ടും മാറിയിട്ടുണ്ട്, പേടിയായിട്ടും മാറിയിട്ടുണ്ട്. ആരെ ഓർമ്മിക്കണം? ഇനി ഇവരെ ഓർമ്മിച്ചിട്ട് അവരെ ഓർമ്മിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമാക്കുമോ? ഇപ്പം നോക്കൂ, രാമായണ മാസമാകുമ്പോൾ രാമനാണ് നമുക്ക് ദൈവം. ഇനി ഭാഗവത സപ്താഹങ്ങളിൽ പോയാൽ പിന്നെ കൃഷ്ണനാണ് നമുക്ക് ദൈവം. അതിൻ്റെ ഇടയിൽ നവരാത്രി വന്ന് നമുക്ക് ദേവിയായി ദൈവം. ഗണേശോത്സവം വന്നു കഴിഞ്ഞ് അല്ലേ, ഗണേശനായി നമുക്ക് ദൈവം. അതിൻ്റെ ഇടയിൽ ഹനുമാൻ്റെ ഉത്സവം വന്ന് നമുക്ക് ഹനുമാനായിട്ട് മാറി. മണ്ഡലകാലം വന്ന അല്ലേ അയ്യപ്പനായി. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ്. ഇനി ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശിവൻ്റെ അടുത്ത് പോകാഞ്ഞതുകൊണ്ടാണോ എനിക്ക് ഈ ദോഷം? ഉണ്ടാകാറില്ലേ കൺഫ്യൂഷൻ? ചിലർ നമ്മളോട് പറയുകയും ചെയ്യും, ദേവിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ അവിടെ മാത്രമല്ല, ആ അമ്പലത്തിൽ മാത്രമല്ലേ പോയുള്ളൂ, ഇവിടെ എന്തുകൊണ്ടാണ് പോകാൻ? അതുകൊണ്ടാണ്. അപ്പോൾ ദൈവം കോപിച്ചതായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കഷ്ടം. അത് കേൾക്കുമ്പോൾ നമുക്കും എന്താവും? മനസ്സസ്വസ്ഥമാകും. ദൈവകോപാണോ, ദേവീ കോപ്പാണോ അല്ലേ? ഇനി ഒരു ദിവസം തന്നെ പല പൂജ ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ ദേവിയുടെയും കൃഷ്ണൻ്റെയും അല്ലേ ഒക്കെ ഉപാസന ചെയ്യുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. ഓരോ ദിവസങ്ങൾക്കും ഓരോ ദേവൻ. തിങ്കളാഴ്ചയ്ക്കൊരു ദേവൻ അല്ലേ, ചൊവ്വാഴ്ചയ്ക്ക് ദേവിയുടെ ദിവസം, അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് വേറൊരു ദേവൻ്റെ ദിവസം, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ പൂജ ചെയ്യുന്നതും ആരാധിക്കുന്നതും തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ആരാധനയുടെ പേരിൽ തന്നെയുണ്ട്, ദൈവത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എന്തിനാ ദൈവത്തെ ആരാധിക്കണേ? എന്തിനാ ആരാധിക്കണേ? ആത്മാവായി എനിക്ക് സുഖം ലഭിക്കാനാണ്, ആത്മാവായി എനിക്ക് പുരുഷോത്തമനാകണം. ഇപ്പോൾ രാമായണ മാസം, രാമായണത്തിൽ തന്നെ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആത്മാരാമനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവായ രാമന് ഉത്തമ പുരുഷനാകാൻ, സദോഗുണിയായി മാറാൻ അല്ലേ, മനസ്സ്, ബുദ്ധി, സംസ്കാരം, കർമ്മം, കർമ്മഫലം, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ എന്തിനാ മനസ്സിലാക്കിയ? എനിക്ക് സദോഗുണിയാകണം, പുരുഷോത്തമനാകണം, ശ്രേഷ്ഠ കർമ്മം ചെയ്യണം, അതിലൂടെ ശ്രേഷ്ഠ കർമ്മ ഫലം, റിസൾട്ട് ഉണ്ടാക്കണം അല്ലേ. ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സത്സംഗത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ അവിടെ നമ്മൾ രാമനായിട്ട് കാണുകയാണ്. ഇനി രാമായണത്തിൽ തന്നെ ചില ഭാഗങ്ങളുണ്ട് നമുക്ക് അവിടെ രാമനെ പരമാത്മാവായിട്ട് കാണേണ്ടി വരും. അതിൽ നിങ്ങളിന്ന് കീർത്തനത്തിൽ കേട്ടില്ലേ, രാമൻ്റെ സ്പർശത്താൽ കല്ല് അല്ലേ, കല്ലിന് മോക്ഷം കിട്ടി, അഹല്യയ്ക്ക് മോക്ഷം കിട്ടി. അവിടെ പരമാത്മ സ്പർശിക്കുകയാണ്.
ആരെ? കല്ല്. അവിടെ കല്ലായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കണം, ഭക്തനെ. കല്ല് ബുദ്ധികളായി പോയവരെ, ശപിക്കപ്പെട്ട ജീവിതം ജീവിക്കുന്നവരെ, വളരെ അധപ്പതിച്ച ജീവിതത്തിലേക്ക് പോയവർക്ക് പോലും പരമാത്മാ രാമൻ്റെ സ്പർശനമേറ്റാൽ, അല്ലേ, ആത്മീയത ജീവിതത്തിലേക്ക് വന്നാൽ, ഈശ്വരനിലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ ശാപമോക്ഷം കിട്ടും. അവിടെ പരമാത്മാ രാമൻ്റെ കർത്തവ്യം പറയുന്നിടത്ത് നമ്മളെ അവിടെ ഒരു കല്ലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപമകളാണ്. എല്ലാ കഥകളും ഇതിഹാസങ്ങളിലെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാ, ഋഷിമാർ, ഇത്രയും വലിയ തപോധനന്മാർ ഈ അറിവുകൾ പലതും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പല കഥകളും ഉണ്ടാക്കി, പല ടെസ്റ്റുകളിലൂടെ നമുക്ക് പല ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി ശ്രീരാമചന്ദ്രനെയും നമുക്ക് കാണാം. അതും ഒരു രാമനാണ്, മൂന്നാമത്തെ രാമൻ. 3 രാമന്മാരെ നമുക്ക് മാറി മാറി കാണേണ്ടി വരും. എന്നാലേ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ സാരാംശങ്ങളും നമുക്ക് രാമായണ കഥയിലൂടെ പോലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശ്രീരാമചന്ദ്രൻ ആരായിരുന്നു? ത്രേതായുഗത്തിലെ മഹാരാജാവായിരുന്നു. അപ്പോൾ ഈ 3 രാമന്മാരെയും നമുക്കതിലൂടെ മനസ്സിലാക്കി തരാണ്. ഇനി ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദേവന്മാരെ പൂജിക്കണം. അപ്പോൾ ദേവന്മാരാരാണ്, ദൈവമാരാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം മനസ്സിലാവണം. ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് ഈ വിഷയം വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ സത്സംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. കാരണം നമ്മളിന്ന് നമ്മളാരാണെന്ന് അറിഞ്ഞതിനോടൊപ്പം ഈശ്വരൻ ആരാണെന്ന് തിരിച്ചറിയാണ്. ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ദേവിമാരാണെങ്കിലും നമുക്കറിയാം ഇതെല്ലാം ദേവന്മാരാണ്. ദേവന്മാർക്ക് സ്വയം പൂജിക്കേണ്ട ആവശ്യം വേറെയില്ല. കാരണം എന്താ? അവരിൽ ദൈവീകതയുണ്ട്, എല്ലാ സദ്ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ദൈവത്തെ പ്രത്യേകിച്ച് അവർക്ക് ഓർമ്മിക്കേണ്ടി വരില്ല. എന്നാലും കൃഷ്ണനും രാമനുമൊക്കെ പൂജ ചെയ്യുന്നതായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് കാണിച്ചു തരുന്നത് പോലും? എന്തുകൊണ്ടാണ്? നമ്മൾ എങ്ങനെ മുകളിലുള്ള ഒരാളുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകണം. അതെങ്ങനെ കണക്റ്റഡ് ആകണം? നമുക്കുള്ള ഒരു മാതൃകയ്ക്ക്. കാരണം മാതൃകകൾ കാണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവരിലൂടെ വേണമല്ലോ നമുക്ക് കാണിച്ചു തരാൻ. അപ്പോൾ ഇവിടെ കടന്നു പോയവരിൽ ഏറ്റവും ശ്രേഷ്ഠ ജീവിതം ജീവിച്ചവർ അവരെ വെച്ചിട്ടാണ് നമുക്ക് ഋഷിമാർ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അവരും പൂജ ചെയ്യുന്നതായിട്ട് കാണിക്കണം. അതിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാമായണത്തിൽ അങ്ങനെ വല്ല സംഭവങ്ങളും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ശ്രീരാമൻ പൂജ ചെയ്യുന്ന സന്ദർഭം ഉണ്ടോ ഇല്ലയോ? അറിയോ ആർക്കെങ്കിലും? അങ്ങനെയുള്ള സംഭവം ഉണ്ട്. എപ്പോ, എവിടെയാണ് ശ്രീരാമൻ പൂജിക്കുന്നത് കാണിക്കണേ? ആര് പറയും? അപ്പോൾ ശ്രീരാമചന്ദ്രൻ അവിടെ പൂജ ചെയ്യുന്നത് രാമേശ്വരം അല്ലേ? രാമേശ്വരത്ത് എന്തുകൊണ്ടാണ് പൂജ ചെയ്യണേ? ചിറകെട്ടി സീതയെ പോയി രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ചിറകെട്ടാൻ ആരംഭിക്കുമ്പോൾ ആദ്യം ശിവലിംഗം വെച്ച് പൂജ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശ്രീരാമൻ സ്വയം ഭഗവാനാണെങ്കിൽ പിന്നെ പൂജിക്കുമോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശ്രീരാമൻ ആരെ ഓർമ്മിക്കുകയാണ്? തനിക്ക് മുകളിലുള്ള ആളെ. തൻ്റെ മുകളിലുള്ള ആളാരാണ് അതാണ്. ആ ആൾ ആരാണോ ആ ആളുടെ ഓർമ്മയ്ക്കാണ് ശിവലിംഗം വെച്ച് പൂജ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്തിനാ പൂജിക്കണേ? പൂജിച്ചിട്ടൊരിക്കലും ശ്രീരാമൻ ഭഗവാനോട് പറയണില്ല, ഭഗവാനെ അങ്ങ് സീതയെ ഇങ്ങ് കൊണ്ടുതരൂ, എനിക്ക് യുദ്ധം ചെയ്യേണ്ട, അല്ലെങ്കിൽ രാവണൻ അങ്ങ് ഇല്ലാണ്ടായി പോട്ടെ. ഇതൊന്നും പറയണില്ല. ശ്രീരാമൻ എന്താ ആവശ്യപ്പെടുന്നത്? ശക്തിയാണ്, അനുഗ്രഹമാണ്. എന്താ കാര്യം? മുകളിലുള്ള ആളുടെ ശക്തി. മുകളിലുള്ള ആളാരാണ്? സർവശക്തിവാൻ്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ ബാറ്ററി ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു റീചാർജിങ് ആവശ്യമുണ്ട്. ആ റീചാർജിങ് സർവശക്തിവാനിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ആ ശക്തിയും അനുഗ്രഹവും കിട്ടാൻ വേണ്ടി
നമ്മളെല്ലാവരും എത്ര വലിയ ശ്രീരാമൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അവതാര പുരുഷൻ എന്നാണ്. പക്ഷെ ഒരു അവതാര പുരുഷനായിട്ട് പോലും ഋഷി നോക്കൂ ഒരു സംഭവം അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രീരാമൻ പൂജിക്കുന്നത് നമുക്ക് കാണിച്ചു തരിക. എന്തിനാ അത് കാണിച്ചു തരുന്നത്? നമ്മൾ ആര് ജീവിതത്തിൽ എത്ര വലിയ വില്ലാളി വീരന്മാരാണെങ്കിലും, എത്ര ധനവാനാണെങ്കിലും, എത്ര സുന്ദരനാണെങ്കിലും, എത്ര പഠിപ്പുള്ള ആളാണെങ്കിലും, എത്ര പദവിയുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ അനുഗ്രഹം വേണം. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ആത്മാവ് ശക്തി ഉപയോഗിക്കുന്നതുകൊണ്ട് ബാറ്ററി ഡിസ്ചാർജിങ് പ്രോസസ്സിലാണ്. അതുകൊണ്ട് ഏത് നിമിഷങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും, ഈ ബാറ്ററിയുടെ ചാർജ് കുറയണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചാർജ് നിറയ്ക്കാൻ, പ്രത്യേകിച്ചും വലിയ കാര്യങ്ങൾ ചെയ്യാൻ എക്സ്ട്രാ പവർ വേണം. ആ എക്സ്ട്രാ ശക്തിക്ക് നമുക്ക് സർവശക്തിവാൻ്റെ കണക്ഷൻ ആവശ്യമാണ്. അതാണ് യോഗം അല്ലെങ്കിൽ ധ്യാനം. ധ്യാനത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ നമുക്ക് കാണുന്നത്. ശ്രീരാമൻ സ്വയം ധ്യാനിക്കുന്നതിനോടൊപ്പം എല്ലാവരും, തൻ്റെ കൂടെയുള്ള മുഴുവൻ സൈന്യത്തോട് എല്ലാവരോടും പറയാൻ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. അതുകൊണ്ട് ധ്യാനം, സർവശക്തിവാനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആവശ്യമാണ്. ഇനി ഇങ്ങനെ വിചാരിക്കരുത്, ഭാര്യ നീ അങ്ങ് ചെയ്തോ എനിക്കും കൂടി ചെയ്തോ. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ, ഭാര്യമാരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും, നീ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വാ. അവരുടെ ബാറ്ററിയെ ചാർജ് ആകുള്ളൂ. എല്ലാം വേറെ വേറെ ബാറ്ററിയാണെന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞില്ലേ. ഓരോ ശരീരത്തിനുള്ളിലും അല്ലേ യുണീക്കായിട്ട് ഓരോ ബാറ്ററിയാണ്, ഇൻഡിവിജ്വൽ ബാറ്ററീസാണ്. ഓരോരുത്തർക്ക് എന്ത് ചെയ്യണം അല്ലേ, അവരവർ കണക്ട് ചെയ്താലേ അവരവർക്ക് ചാർജ് ഉണ്ടാക്കൂ. നമ്മളാരെങ്കിലും പറയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മോളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ നീ അങ്ങ് കഴിച്ചോ എൻ്റെ വയറ് നിറയും, അങ്ങനെ പറയാറില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആത്മാവിന് വേണ്ടുന്ന ചാർജും നമ്മൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി എടുക്കണം. അതാണ് സത്സംഗത്തിൻ്റെ ആവശ്യകത നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലെ സിസ്റ്റർ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്, ഒരുമിച്ചിരുന്ന് കേൾക്കൂ, വീട്ടിൽ ആരൊക്കെയുണ്ടോ. കാരണം നമുക്ക് ഓരോ ബാറ്ററിയും ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തി പ്രസ്ഥാനം മുഴുവൻ നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ചും ഹനുമാൻ്റെ പൂജ നിങ്ങളൊന്ന് നോക്കൂ, രാമായണത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. ഹനുമാൻ സ്വാമിയെ ലോകത്തിന് ഭക്തരുടെ ഇടയിൽ പ്രസിദ്ധനാക്കി മാറ്റിയത് രാമദാസ സ്വാമിയാണ്. അദ്ദേഹത്തിനോട് ആരാണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറഞ്ഞു? ഹനുമാനാണ്. അങ്ങനെയാണ് ഹനുമാൻ്റെ പൂജ വളരെ ഫേമസ് ആക്കിയത്. ഹനുമാനോട് ചോദിച്ചാൽ എന്ത് പറയും? എൻ്റെ ഈശ്വരനാരാണ്, എൻ്റെ രാമൻ ശ്രീരാമനാണ്. ശ്രീരാമനോട് ചോദിച്ചാലോ ശ്രീരാമൻ എന്താ ചെയ്യണേ? ശിവലിംഗത്തെ പൂജിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ രാമനും ഭഗവാൻ ശിവനാണ്. ഇനി ഗോപേശ്വര ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ശ്രീകൃഷ്ണൻ ശിവലിംഗത്തെ പൂജിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധം നടത്തിയിട്ട് പാരിജാത വൃക്ഷം എടുക്കാൻ പോകുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു നാൾ ശിവരാത്രി വരും. ആ ശിവരാത്രി നാളിൽ രാത്രി മുഴുവൻ കൃഷ്ണൻ ഇരുന്ന് ശിവപൂജ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണനും രാമനും ഒക്കെ ശിവലിംഗ പൂജ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നോക്കൂ, ദേവാദിദേവൻ്റെ ചിത്രത്തിൽ ഓരോരുത്തരും പൂജിക്കുന്ന കാണിക്കുക. കൃഷ്ണനും ശിവലിംഗത്തെ പൂജിക്കുന്നു, മാർക്കണ്ഡേയനും ശിവനെ പൂജിക്കുന്ന ശിവലിംഗത്തെ പൂജിക്കുന്നത് കാണാം. ഗണേശനെ നോക്കൂ, ഗണേശനും ശിവലിംഗത്തെ അല്ലേ ആലിംഗനം ചെയ്തിരിക്കുന്നു. പിന്നെയോ ഗണേശൻ, ശ്രീമുരുകൻ, ഓരോരുത്തരെയും നോക്കൂ, ആരെയാണ് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തിരിക്കണേ കാണണേ. പിന്നെ പാർവതീദേവി അല്ലേ ശിവലിംഗത്തിനെ ആരാധിക്കുന്നത്, ആലിംഗനം ചെയ്യുന്ന ചിത്രം. കാളീദേവി അല്ലേ. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രഹ്മാവിൻ്റെ മുന്നിൽ നമുക്ക് കാണാം ശിവലിംഗം അല്ലേ. വിഷ്ണു, നിങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, വിഷ്ണു ശിവലിംഗത്തിന് പോയി വിടുന്നത് അല്ലേ. ശ്രീ ശങ്കരന് മുന്നിൽ എപ്പോഴും ശിവലിംഗം കാണും അല്ലേ. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ
സർവ ദേവന്മാരും ദേവിമാരും ശിവലിംഗ പൂജ ചെയ്യുന്നത് കാണും. അപ്പോൾ എന്താ ശിവലിംഗത്തിൻ്റെ പ്രാധാന്യം? എന്തിൻ്റെ അടയാളമാണ് ശിവലിംഗം? ശിവാർത്ഥം മംഗളകാരി, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം. ശിവ ജ്യോതിർലിംഗം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവ ലോപിച്ചാണ് നമ്മൾ ശിവലിംഗം എന്ന് പറയണത്. ശിവ ജ്യോതി, മംഗളകാരിയുടെ അടയാളം ജ്യോതി, പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ പ്രതീകമാണ് ശിവലിംഗം. അതുകൊണ്ട് ആദ്യകാല ശിവലിംഗം ഹിരണ്യഗർഭലിംഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് സമ്പൂർണമായ പ്രകാശഗോളമാണ്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അതിൽ നിന്ന് പ്രകാശം തന്നെ വന്നിരുന്നുള്ളൂ. അതും ശിവലിംഗം ഉണ്ടാക്കിയിരുന്നത് വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടുമായിരുന്നു. എന്താ കാരണം? പരമാത്മ ജ്യോതിയാണെന്നും ആ ജ്യോതി സ്വരൂപൻ്റെ ഓർമ്മ ചിഹ്നമായിട്ട് അല്ലേ ശിവ ജ്യോതിർ ലിംഗം ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ ശിവലിംഗ ഒരേ ഒരു ശിവ ജ്യോതിർലിംഗ പൂജയാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ആദ്യകാലത്ത്. ഏക ദൈവ ആരാധന. അപ്പോൾ ക്ഷേത്രങ്ങളും അതുകൊണ്ട് ആദ്യകാല ക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കോളൂ ശിവക്ഷേത്രങ്ങളാണ്. 12, 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നോക്കിക്കോളൂ. 100 കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഏറ്റവും പഴയ ക്ഷേത്രങ്ങൾ ശിവൻ്റെ അമ്പലങ്ങളാണ്. ബാക്കി ഇപ്പോൾ പുതിയ ക്ഷേത്രങ്ങൾ ദേവിമാരുടെയും കൃഷ്ണൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ പഴയ ക്ഷേത്രങ്ങളെല്ലാം ശിവൻ്റെ ക്ഷേത്രങ്ങളാണ്. കാരണം ആദിയിൽ ശിവലിംഗ പൂജ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയില്ലേ ശിവലിംഗം വെച്ച് നമ്മൾ എന്തിനാണ് പൂജിക്കുന്നത് അല്ലേ? പരമാത്മാവിൻ്റെ രൂപം, ഈശ്വരൻ ജ്യോതിയാണ്, ഒരു പ്രകാശമാണ്. പക്ഷേ ആ പ്രകാശം ആത്മാവിനെ പോലെ തന്നെ സൂക്ഷ്മാതിസൂക്ഷ്മമാണ് ഈശ്വരൻ്റെ രൂപം. അതിസൂക്ഷ്മം, ആത്മാവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പരമാത്മാവിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കണ്ണുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഭക്തിയിൽ പൂജ ചെയ്യാൻ ഒരു ജ്യോതിയെ, ഒരു പ്രകാശത്തെ, ഒരു ബിന്ദുവിനെ വെച്ച് പൂജിക്കാൻ പറ്റില്ല. അപ്പോൾ പൂജ സൗകര്യാർത്ഥമാണ് ആ ജ്യോതിസിന് ജ്യോതിർലിംഗങ്ങളുടെ രൂപം ഉണ്ടാക്കിയിട്ട് പൂജിച്ചത്. ആദ്യകാലത്ത് ജ്യോതിസിൻ്റെ പൂജയെന്നറിയാമായിരുന്നു. പക്ഷെ പിന്നീട് പതുക്കെ എന്തായി? വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടും ഒക്കെയുള്ള ശിവലിംഗം മാറി ശിലകളിൽ നിർമ്മിക്കാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? കാരണം ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ വജ്രങ്ങളും വൈഢൂര്യങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശിവലിംഗങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ക്ഷേത്രങ്ങളെ, മൂർത്തികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ശിലകളിൽ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നെ ശിലകളിൽ നിർമ്മിച്ചിട്ട് ശിലകളിൽ ഒരു 3 വരകളും നടുക്കൊരു കുങ്കുമപ്പൊട്ടും ചാർത്താൻ തുടങ്ങി അല്ലേ? ആ പൊട്ട് ചാർത്തിയിട്ട് പരമാത്മാ ജ്യോതിയാണ്, ഒരു ബിന്ദു രൂപമാണ്. ഈശ്വരൻ്റെ ബിന്ദു രൂപത്തെ ഓർമ്മിപ്പിക്കാനാണ് ആ 3 വരകളുടെ നടുവിലൊരു ബിന്ദു ഇട്ടിരിക്കുന്നത്. ഭഗവാൻ ത്രികാലദർശിയാണ്, ത്രിലോകീനാഥനാണ്, അത് ബിന്ദു രൂപമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ആ ജ്യോതിസിനെയാണ് നമ്മൾ ജ്യോതിർലിംഗ രൂപത്തിൽ ആരാധിക്കണം. ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോവും, ശിവലിംഗം കാണും, പക്ഷേ നമുക്ക് ജ്യോതിസിൻ്റെ രൂപമാണെന്ന് മാത്രം അറിയില്ല. നമ്മുടെ മനസ്സിൽ ആ ശിവലിംഗ രൂപം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ? നമുക്ക് സ്വയം ശരീരമാണെന്ന ബോധത്തിലിരുന്നാണ് നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുന്നതും കാണിക്കുന്നതും. കാണുന്നത് ഈ കണ്ണുകൊണ്ട് കാണാനാണ് ശ്രമിക്കണേ. അപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ സൂക്ഷ്മരൂപത്തെ കാണില്ലല്ലോ, യഥാർത്ഥ രൂപത്തെ അല്ല. നമ്മൾ പറയില്ലേ ശക്തി ഒന്നേ ഉള്ളൂ, ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല. ചിലരൊക്കെ പറയില്ല എൻ്റെ മനസ്സിലുണ്ട് ദൈവം. എൻ്റെ അർത്ഥം തന്നെ എന്താ? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആളല്ല. ആ ബിന്ദു സ്വരൂപത്തെയാണ് നമ്മൾ ശിവലിംഗ രൂപത്തിൽ ആരാധിച്ചു വന്നത്. ആ ബിന്ദു രൂപം ബിന്ദുവാണ്. പക്ഷേ ആ ബിന്ദു രൂപത്തിലുള്ളത് സിന്ധുവാണ്, സാഗരമാണ്, കടലാണ്. സർവശക്തിവാനായ പരമാത്മ സർവഗുണങ്ങളുടെ കടല. നമ്മളാത്മാവ് അല്ലേ സദോ ഗുണങ്ങളുടെ സ്വരൂപമായിരിക്കുന്നത് പോലെ പരമാത്മാരാണ്. പരമാത്മ ഈ ഓരോ ഗുണങ്ങളുടെയും കടലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ടേ നമ്മൾ പറയില്ലേ ഓഷ്യൻ ഓഫ് പീസ്. ഗോഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? സർവ്വധർമ്മങ്ങളിലും നിങ്ങൾ നോക്കിക്കോളൂ,
ഈശ്വരനെ എങ്ങനെയാ പറയുക? ഈശ്വരൻ ശാന്തിയുടെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സാഗരസമാനം സ്നേഹം, സാഗരസമാനം ശക്തി. എന്ത് സാഗരം? പ്രകാശസാഗരം. ആ അലൗകിക പ്രകാശം ശക്തികളുടെ അനന്തമായ സ്രോതസ്സാണ്, അറിവിൻ്റെ അനന്തമായ സൂര്യനാണ്, പവിത്രതയുടെ അനന്തമായ സൂര്യനാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്, സുഖസാഗരമാണ്. എല്ലാ ഗുണങ്ങളും. ഈ ആകാശം മുഴുവൻ പേപ്പറായിട്ട് എടുത്താലും, കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും, ഭൂമിയിലെ മരങ്ങൾ മുഴുവൻ പേനയാക്കിയാലും നമുക്ക് ഈശ്വരൻ്റെ ഗുണങ്ങളെ ഒരിക്കലും എഴുതി തീർക്കാൻ കഴിയില്ല, അല്ലേ? അതുകൊണ്ടാണ് പറയണേ പരമാത്മ അല്ലേ സാഗരമാണ്, കടൽ സമാനമാണ്. ആ കടൽ നിങ്ങളെല്ലാ ധർമ്മങ്ങളിലും നോക്കിക്കോളൂ. സർവധർമ്മങ്ങളിലും ആ പരമാത്മാവിനെ ജ്യോതി രൂപത്തിൽ അംഗീകരിക്കുന്നുണ്ട്. കാരണം ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ലല്ലോ. ദൈവം സമസ്ത പ്രപഞ്ചത്തിൻ്റെയാണ്, സർവ ആത്മാക്കളുടെയും പിതാവാണ്. അതുകൊണ്ട് പരമാത്മാവിനെ പിതാവായിട്ട് സർവധർമ്മത്തിലും അംഗീകരിക്കുന്നുണ്ട്. ആത്മാക്കളുടെ അച്ഛൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെയല്ലേ വിളിക്കണേ? തൃക്കാക്കര അപ്പൻ, ഗുരുവായൂരപ്പൻ അല്ലേ, ഏറ്റുമാനൂരപ്പൻ. അപ്പൻ മീൻസ് അച്ഛൻ. പരമാത്മ നമ്മുടെ അച്ഛനാണ്. ഗോഡ് ഫാദർ എന്ന് പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. അതേപോലെ പടച്ചോനേന്നാണ് വിളിക്കണേ ഇസ്ലാം ധർമ്മത്തിൽ. ഇപ്പോൾ സർവധർമ്മത്തിലും അംഗീകരിക്കുന്ന അടുത്ത യാഥാർത്ഥ്യമാണ് പരമാത്മ സർവ ആത്മാക്കളുടെയും പിതാവാണ്. അല്ലാതെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അച്ഛനല്ലല്ലോ. ആരുടെ അച്ഛനാ? ആത്മാക്കളുടെ അച്ഛനാ. അപ്പോൾ പരമാത്മാവുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ്? അല്ലേ? സർവഗുണങ്ങളുടെ സാഗരനായ, സർവശക്തികളുടെ കടലായ, അറിവിൻ്റെ സാഗരമായ ആ പരമമായ ഈശ്വരൻ ആത്മാവായ എൻ്റെ അച്ഛനാണ്. അതാണ് ആദ്യത്തെ സംബന്ധം. ആത്മാവിൻ്റെ അച്ഛനാണ്. അതുകൊണ്ടല്ലേ രൂപത്തിൽ നമ്മളും ഈശ്വരനും ഒരേപോലെയാണ്. ഒരേപോലെ. വ്യത്യാസം വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ആണെങ്കിലും നോക്കൂ, വീടുകളിൽ നിങ്ങളുടെ മക്കളെ കണ്ടാൽ തന്നെ ശരീരത്തിൻ്റെ രൂപത്തിൽ അച്ഛൻ്റെ അമ്മയുടെ സാദൃശ്യമില്ലേ? എല്ലാ ജീവജാലങ്ങളിലും നോക്കൂ, പക്ഷികളാകട്ടെ മൃഗങ്ങളാകട്ടെ, സെയിം സ്പീഷ്യസ് നോക്കൂ. അതേപോലെ നമ്മൾ ആത്മാവിൻ്റെ അച്ഛനും അമ്മയാണ് പരമാത്മാ. അതുകൊണ്ട് ആത്മാവിനെ പോലെ ബിന്ദു രൂപമാണ് പരമാത്മാ, അല്ലെങ്കിൽ പരമാത്മാവിനെ പോലെ ബിന്ദു രൂപമാണ് നമ്മൾ ആത്മാവും. അപ്പോൾ ആത്മാവിൻ്റെ രൂപം അതിസൂക്ഷ്മം. ബിന്ദു എന്ന് പറയുമ്പോഴും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ലല്ലോ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാനൊരു ആത്മാവാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്തപ്പോൾ. 7 ഗുണങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ പരമാത്മാവാകുന്ന ജ്യോതിസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അത് മാതാവാണ്, നമ്മുടെ അമ്മയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഭഗവാനെ അച്ഛനെന്ന് വിളിക്കുന്നത് പോലെ അടുത്ത എന്താ വിളിക്കുക? അമ്മേ ദേവീ ശരണം, അമ്മേ പൊറുക്കണേ എന്നല്ലേ നമ്മൾ പറയുക. അപ്പം അടുത്ത ബന്ധം എന്താണ്? ഭഗവാനുമായിട്ട് നമുക്കുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് മാതാവാണ്. അതുകൊണ്ടാണ് കീർത്തനത്തിൽ പാടണേ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. പരമാത്മാവ് നമുക്ക് ആത്മാവിൻ്റെ അച്ഛനുമാണ്, അമ്മയുമാണ്, പിന്നെയോ സർവബന്ധുവുമാണ്. ടീച്ചറാണ്, പഠിപ്പിക്കുകയല്ലേ. നോക്കൂ, ഈ മുഴുവൻ ലോകത്തിൽ എന്തെല്ലാം ജ്ഞാനമുണ്ടോ, ആരെല്ലാം മഹാത്മാക്കൾക്കും ഋഷികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ലോകത്തിൽ ആരെല്ലാം എന്തെല്ലാം അറിവുകൾ അല്ലേ അവരവരുടെ ബുദ്ധിയിൽ കണ്ടുപിടിച്ച് തരുന്നോ, ഇതെല്ലാം ഇൻസൈഡ്സ് ആണല്ലോ. ഈ ഇൻസൈഡ്സ് എല്ലാം അവർക്ക് ടച്ച് ആകുന്നത് എവിടെ നിന്നാണ്? ആ പരമമായ സ്രോതസ്സിൽ നിന്നല്ലേ, അറിവിൻ്റെ കടലിൽ നിന്നാണ്. അതുകൊണ്ട് ആ അറിവിൻ്റെ കടൽ നമുക്കെല്ലാവർക്കും അച്ഛനാണ്, അമ്മയാണ്, ടീച്ചറാണ്, ഗുരുവാണ്. എന്താ കാരണം? ഗുരു, ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന സദ്ഗുരുവാണ്. പരമാത്മാവിൻ്റെ വരദാനങ്ങളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബന്ധവും നോക്കൂ. ഈശ്വരനെ കൂട്ടുകാരനായിട്ട് കാണുന്നുണ്ട്. ഭക്തിയിൽ നോക്കൂ, കുറൂരമ്മ എന്താ വിളിക്കണേ? വാടാ കൃഷ്ണ വാ. പുത്രനായിട്ടാണ് കാണുന്നത്.
ഫ്രണ്ടായിട്ട് അർജുനനാരായിരുന്നു? ഈശ്വരൻ കൂട്ടുകാരനായിരുന്നു, അല്ലേ? അപ്പം സർവ്വസംബന്ധങ്ങളിലും നമുക്ക്, എൻ്റെ അർത്ഥം എന്താണ്? ഭക്തിയിൽ ഓരോ കഥകളിലും ഓരോ സംബന്ധത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രിയതമ അല്ല, മീരയ്ക്ക് പ്രിയതമനായിരുന്നു. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിളിച്ചാൽ വിളി കേൾക്കാൻ ഏത് ബന്ധത്തിലാണ് എനിക്ക് ഈശ്വരനോട് അടുക്കാൻ പറ്റണേ? കാരണം നമ്മുടെ മനസ്സിലൊരു ശൂന്യതയുണ്ടാവും. ഏത് റിലേഷൻഷിപ്പിൻ്റെയാണോ ശൂന്യത നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണേ, ആ കാലിയായിട്ടുള്ള സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടുന്ന ആ റിലേഷൻഷിപ്പ് പരമാത്മാവുമായിട്ട് നമുക്ക് വയ്ക്കാം. എല്ലാ ബന്ധവും ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധം ഏതാണോ? അച്ഛനായിട്ട് കാണുമ്പോഴാണോ എനിക്ക് എളുപ്പം? നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കാം. അമ്മയായിട്ട് കാണാനാണോ എളുപ്പം? ആ ബന്ധം, അല്ലേ? ഫ്രണ്ടായിട്ട് കാണാനാണോ? അങ്ങനെ. പ്രേതമനായിട്ട് കാണാനാണോ? അല്ലെങ്കിൽ ഈശ്വരനായിട്ട് കാണാനാണോ? പ്രഭുവായിട്ട് കാണാനാണോ? അല്ലേ? ഏത് ബന്ധത്തിലും നമുക്ക് പരമാത്മാവിനെ കാണാം. അതുകൊണ്ട് ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ, നിങ്ങളെന്നെ ഏത് രൂപത്തിൽ ഉപാസിച്ചാലും, ഏത് ഭാവനയിൽ കണ്ടാലും ഞാൻ നിങ്ങൾക്ക് അനുഭവം തരും. പക്ഷെ തരുന്നതാര? ആത്മാക്കളുടെ എല്ലാം നാഥനായ ഒരേയൊരു പരംപിത പരമാത്മാ. പക്ഷെ ഞാൻ എങ്ങനെ എടുക്കണം? എനിക്ക് ഓർമ്മിക്കാൻ ഏറ്റവും എളുപ്പം ഏതാ? അത് അവരവർ ഡിസൈഡ് ചെയ്യും. എനിക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ ഏറ്റവും എളുപ്പമാർന്ന ബന്ധം ഏതാണോ ഹൃദയത്തിൽ ഈസി, ആ മാർഗം, ആ ബന്ധത്തിൽ നമുക്ക് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റും. ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ രാജയോഗ ധ്യാനം നമ്മൾ പഠിക്കുമ്പോൾ രാജയോഗത്തിൽ നമ്മൾ ഈശ്വരനെ ഫസ്റ്റ് കാണുന്ന റിലേഷൻഷിപ്പ് അച്ഛനായിട്ടാണ്. ബാബ എന്നാണ് നമ്മളിവിടെ വിളിക്കണേ. പലരും അനുഭവങ്ങളൊക്കെ ഈ ക്ലാസ് കേൾക്കണവർ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാബ എന്നുള്ള ശബ്ദം. ബാബ പറഞ്ഞ ഹിന്ദി വാക്കാണ്. അതിൻ്റെ അർത്ഥം ഫാദർ എന്നാണ്, അച്ഛൻ എന്നാണ്. ഇവിടെ നമ്മൾ ആത്മാവ് പരമാത്മാവിനെ അച്ഛനായിട്ടാണ് കാണണേ, അടുത്തത് അമ്മയായിട്ടാണ് കാണണേ, അടുത്ത ബന്ധം ഈശ്വരനെ ടീച്ചറായിട്ടാണ് കാണണേ, അടുത്ത ബന്ധം നമ്മൾ കാണുന്ന സദ്ഗുരുവായിട്ടാണ്. സർവ്വസംബന്ധങ്ങളും പരമാത്മാവിൽ വയ്ക്കാം. അതുകൊണ്ട് എന്താകും? അച്ഛനെ അമ്മയെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമായി. മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാം, ഈസിയാകും. എവിടെ ഇരുന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഇതിനെ സഹജ രാജയോഗം എന്നാണ് പറയാൻ. കാരണം ഈ സുഖചികിത്സ വളരെ എളുപ്പമാണ്. അച്ഛനെ അമ്മ ഓർമ്മിക്കുമ്പോൾ മക്കൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും ആദ്യം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയില്ലേ നമുക്ക് വരിക. ഒരസുഖം വന്നാലും അല്ലേ, ആദ്യം അമ്മയെ വിളിച്ചിട്ടല്ലേ നമ്മൾ നിലവിളിക്കുക. എന്തുണ്ടെങ്കിലും നമുക്ക് പറയാനും അല്ലേ അച്ഛൻ അമ്മ. അതേപോലെ ഭഗവാനെ നമുക്ക് ഓർമ്മിക്കാൻ അച്ഛൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, സർവ്വസംബന്ധങ്ങളുടെ രൂപത്തിൽ ഏറ്റവും സഹജമായ രീതിയിൽ നമുക്ക് ബുദ്ധിയെ പരമാത്മാവിൽ കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ സഹജ രാജയോഗമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തിരിച്ചറിഞ്ഞ വസ്തുത എന്താണ്? ആത്മാവായ എനിക്ക് സുഖചികിത്സാ കേന്ദ്രമാണ് പരംധാമം. ഇന്നലെ നമ്മൾ കണ്ടുവല്ലോ നമ്മുടെ വീട്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സുവർണ പ്രകാശം നിറഞ്ഞ ലോകം. ആ ലോകത്തിൽ ആത്മാവായ എന്നോടൊപ്പം ആരുമുണ്ട്? പരമാത്മാവുണ്ട്. നമ്മൾ അച്ഛനും അമ്മയോടൊപ്പം വീട്ടിലിരുന്നവരാ. വീട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ ആത്മാക്കളും ഇറങ്ങി എവിടേക്ക് വന്നത്? അല്ലേ? ആത്മാക്കളെല്ലാം കണ്ടില്ലേ ബിന്ദു രൂപത്തിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ? പരമാത്മാവാകുന്ന ജ്യോതിസിന് ചുറ്റും ഭഗവാനെ ചുറ്റിപ്പറ്റിയിരുന്നവരാ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നോക്കൂ ചുറ്റുവിളക്കുകൾ കൊളുത്തുന്ന കണ്ടിട്ടില്ലേ? അകത്ത് ശ്രീകോവിൽ ഭഗവാന്റെ രൂപം വെച്ചിട്ടുണ്ടാവും, പുറത്ത് ചുറ്റുവിളക്കുകൾ കൊളുത്തും നമ്മൾ വിശേഷ ദിവസങ്ങളിൽ. കാരണം നമ്മൾ പരംധാമത്തിൽ നമ്മുടെ വീട്ടിൽ ഈശ്വരനോടൊപ്പം എങ്ങനെയാണ് ഇരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ കാർത്തിക വിളക്ക്, 1000 വിളക്ക്, ലക്ഷദീപം എന്നൊക്കെ പറയില്ലേ. അപ്പം ലക്ഷദീപം ആരാണ്? 1000 ദീപങ്ങളും 1,00,000 ദീപങ്ങളും ഒക്കെ ആരാണ്? ലക്ഷക്കണക്കിനുള്ളതാരാ? ആത്മദീപങ്ങളാ. ഏകദീപം, നടുക്കൊരു വലിയ വിളക്ക് അല്ല, ദീപാവലിക്ക് അങ്ങനെയല്ലേ വയ്ക്കുക, നടുക്കൊരു നിലവിളക്ക്, ചുറ്റും വിളക്കുകൾ. അപ്പോൾ വലിയ ദീപം ആരാണ്? പരമാത്മദീപം. ചുറ്റിപ്പറ്റിയിരിക്കുന്നവരാരാണ്? ആത്മാക്കൾ. നമ്മൾ പരമാത്മാവിനോടൊപ്പം ചുറ്റിപ്പറ്റിയിരുന്നത് എപ്പോഴാണ്? വീട്ടിലിരുന്നപ്പോൾ, പരംധാം വീട്ടിലിരുന്നപ്പോൾ. അപ്പോൾ ആത്മാവ് കൂളായിരുന്നു, ശാന്തിയിൽ, സുഖത്തിൽ. കാരണം അല്ലേ ബാബയോടൊപ്പം നമ്മളിരുന്നത്.
ഭഗവാനോടൊപ്പമാണ് വീട്ടിലിരുന്നത്. അച്ഛനും അമ്മയോടൊപ്പം ഇരിക്കുന്ന ആ സുഖമായിരുന്നു നമുക്ക്. പക്ഷെ അവിടുന്ന് നമ്മൾ ഈ നാടകശാലയിൽ ഇറങ്ങി വന്നു അല്ലേ? നാടകം കളിച്ച് ശരീരമാകുന്ന വസ്ത്രം മാറി മാറി എന്തായി? ബാറ്ററി നമുക്ക് കുറച്ച് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? പരമാത്മാവിനെ ഓർമ്മിക്കണം, ബാറ്ററി റീചാർജ് ചെയ്യണം. എന്തിനാ ഈശ്വരനെ ഓർമ്മിക്കണേ? നമുക്ക് സുഖം കിട്ടാൻ, സുഖ ചികിത്സയ്ക്ക്. സുഖം എപ്പോഴാണ് കിട്ടണേ? ദുഃഖം മാറണം, ദുഃഖം നീങ്ങണം അല്ലേ? ദുഃഖഭാരം ഇറക്കി വയ്ക്കണം. ഇപ്പോൾ പലപ്പോഴും ക്ലാസ് കേട്ടിട്ട് നിങ്ങളും പലരും വിളിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ നിങ്ങൾ ഓൺലൈനായിട്ട് കേൾക്കുന്നുണ്ട്, യൂട്യൂബിൽ കാണുന്നുണ്ട്. ക്ലാസ്സസ്, ജ്ഞാനത്തിൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിൽ നിന്നെല്ലാം കിട്ടണം. എന്നാലും ചിലർ ചോദിക്കാറില്ല, സിസ്റ്ററെ ഒന്ന് വിളിക്കുമോ, സിസ്റ്ററെ ഒന്ന് കിട്ടുമോ, സിസ്റ്ററോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ച് ചിലർ വിളിക്കും. എന്തിനാണ് വിളിക്കണേ? നിങ്ങൾ ക്ലാസ് കേൾക്കാനല്ലല്ലോ ഫോണിൽ കൂടെ വിളിക്കണേ. ക്ലാസ്സുകൾ കേട്ടിട്ടും നിങ്ങൾ വിളിക്കുന്ന എന്തിനാ? എനിക്ക് സിസ്റ്ററോടൊന്ന് സംസാരിക്കണം. സിസ്റ്റർ അങ്ങോട്ട് സംസാരിക്കണത് കേൾക്കാനല്ല, സിസ്റ്റർ എന്താ സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. സിസ്റ്റർ എന്തിനെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്കറിയാം. അത് കേട്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കണം. പക്ഷെ നിങ്ങൾ എന്തിനാണ് വിളിക്കാറുള്ളത്? സിസ്റ്ററോടൊന്ന് എനിക്ക് സംസാരിക്കണം. കാരണം എൻ്റെ മനസ്സിലുള്ള ദുഃഖത്തിൻ്റെ ഭാരം ഒന്ന് എനിക്ക് ഇറക്കി വെക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തുണ്ടോ ആ ഭാരം ഒന്ന് ഇറക്കാൻ, എനിക്കൊന്ന് സംസാരിക്കാൻ അല്ലേ? അതേപോലെ പരമാത്മാവിനെ നമ്മൾ എന്തായാലും സിസ്റ്റർ മാത്രമാണ്, നിങ്ങളിലൊരാളാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം പൂർണ്ണമായിട്ട് എപ്പോഴേ പോവുള്ളൂ? സദാകാലത്ത്. ഇപ്പോൾ സിസ്റ്റർ അവൈലബിൾ ആണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. വീട്ടിലായാലും അങ്ങനെയല്ലേ? നമ്മളൊരു വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും, ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവൈലബിൾ ആകണം എന്നില്ലല്ലോ. ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭം നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആരെയും നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഫോണിലും കിട്ടില്ല. പക്ഷെ എപ്പോഴും കിട്ടുന്ന അവൈലബിളായിട്ടുള്ള ഒരേ ഒരാൾ, ഒരിക്കലും ഒരു ലൈൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലൈൻ കട്ടാകാത്ത ഒരേ ഒരു കണക്ഷനേ ഉള്ളൂ. അതാരുമായിട്ടാണ്? ആ ലൈനിൽ നമ്മളും കണക്റ്റ് ആയിക്കൊള്ളണം. നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും കണക്ട് ചെയ്ത് വെച്ചോളണം. കാരണം നമുക്കാർക്കും എല്ലായ്പ്പോഴും എല്ലാവരെയും ഹീൽ ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെ ദുഃഖം ഇറക്കാനും പറ്റില്ല, എല്ലാവരും നമ്മളോട് പറയൂല്ല എല്ലാം. എന്താ കാര്യം? ഒരാളോട് ദുഃഖഭാരം എപ്പോഴേ ഇറക്കി വയ്ക്കുള്ളൂ? പറയുന്ന ആളുടെ മേലെ അത്ര വിശ്വാസം വേണം. ഞാൻ പറയണത് വേറെ ആരോടും പറയില്ല. പിന്നെയോ ഞാൻ പറയുമ്പോൾ എന്നെ വിലയിരുത്തുകയോ അല്ലേ, ഇങ്ങോട്ടൊരു ഉപദേശം തരുന്ന പോലും നമുക്കിഷ്ടമല്ല. നമ്മൾ പറയണത് കേൾക്കുക മാത്രമേ അല്ല, കേൾക്കണത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങോട്ടൊരു കറക്ഷൻ തരുന്നത് പോലും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എല്ലാവരും അമ്പലത്തിലേക്ക് ഓടിപ്പോണം. എന്താ കാര്യം? അവിടെ ഇരിക്കുന്ന മൂർത്തി തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ലല്ലോ. അവിടെ പോയി നമ്മളെല്ലാം ഇറക്കി വയ്ക്കും. തിരിച്ചെന്തെങ്കിലും പറയുമോ? തിരിച്ചൊരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോവില്ലേ? കേൾക്കുന്ന ആളായതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോണേ. കേൾക്കുന്ന ആൾ. അപ്പം നമുക്ക് എല്ലാവർക്കും ആരെയും ആവശ്യം? എൻ്റെ കാര്യമൊന്ന് കേൾക്കണേ. ഇങ്ങോട്ട് കേൾപ്പിക്കുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷേ പ്രാർത്ഥനയിൽ നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. മെഡിറ്റേഷനിൽ എന്താ ചെയ്യണേ? നമുക്ക് നമ്മുടെ കാര്യം പറയുകയും ചെയ്യാം, ആൾ കേൾക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആളുടെ അടുത്ത് നമ്മുടെ എല്ലാ സെക്കൻഡിൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഭാരം പോവും, ദുഃഖഭാരം ഇറക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യണേ? പാപഭാരം ഇറക്കാൻ. നമ്മൾ കേട്ടിരുന്നുവല്ലോ, സഞ്ചിയിൽ കുറേ ഉണ്ട് ഭാരം, വെയിറ്റ്. വലിയ യാത്രയായിരുന്നില്ലേ? അനേക എപ്പിസോഡ് കഴിഞ്ഞിട്ടിപ്പോൾ വന്നിരിക്കുകയല്ലേ? അപ്പോൾ ഈ സഞ്ചിയിൽ കുറേ ഉണ്ട് ഭാരം, മുജ്ജന്മങ്ങളുടെ. അത് ഓരോ സമയത്താണ് നമ്മൾ അറിയണ പാപഭാരം ഉണ്ടെന്ന്. ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പാസ്റ്റിൻ്റെ ഭാരമാണ്. അപ്പോൾ ആ ഭാരവും നമുക്ക് ഇറക്കി വയ്ക്കണം. ആ ഭാരം പോകാൻ എന്ത് വേണം? കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചില്ലേ, നമുക്ക് ഭാരം ഇറക്കി വയ്ക്കാൻ എന്താ ചെയ്യുക? അപ്പം അത് പരമാത്മാവിൻ്റെ ഓർമ്മയിലെ പാപം ഭസ്മമാക്കും. എങ്ങനെ? ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ സാഗരമല്ലേ, സാഗരത്തിൽ നിന്നിവിടെ നിറയും. എന്ത് നിറയും? ശാന്തിയുടെ ശക്തി നിറയും, സ്നേഹത്തിൻ്റെ വെളിച്ചം നിറയും അല്ലേ? ശക്തികൾ ഓരോന്നും നിറയും. അപ്പോൾ വെളിച്ചം നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂളാകും. ശക്തികൾ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം നിറയുമ്പോൾ നമ്മുടെ ഇരുട്ട് നീങ്ങാൻ തുടങ്ങും, കാഠിന്യം കുറയാൻ തുടങ്ങും, ഭാരം കുറയാൻ തുടങ്ങും. നമുക്ക് ശക്തി കിട്ടുമ്പോൾ
ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പ്ലസ്സുകൾ കൂടുമ്പോൾ മൈനസിൻ്റെ എഫക്റ്റ് കുറയും. അതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ സുഖം നമുക്ക് എന്താ കിട്ടണേ? നമ്മൾ തെറ്റ് ചെയ്തല്ലോ എന്ന ഗിൽറ്റി കോൺഷ്യസ് ഏറ്റവും വലിയൊരു ഭാരമായിട്ട് നമുക്ക് എല്ലാവർക്കും നിൽക്കുന്നുണ്ട്. ഒന്ന് പാപത്തിൻ്റെ ഭാരം, മറ്റൊന്ന് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. പലർക്കും നിങ്ങൾക്ക് നോക്കിക്കോളൂ, അകത്ത് പാപഭാരത്തെക്കാളും പുറമേ എന്താണ് ഗിൽറ്റ്? എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയല്ലോ, അബദ്ധം ചെയ്തല്ലോ. അതാണ് നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് നയിക്കുക. അപ്പോൾ പരമാത്മാവിനോട് നമ്മൾ കണക്ഷൻ വെച്ച് ഈശ്വരനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താകും? ആ ഗിൽറ്റ് ഫീലിംഗ് നമുക്ക് കുറയും. ഞാൻ ഭഗവാനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈശ്വരന് നമ്മളെല്ലാം എഴുതി വെച്ചു കഴിഞ്ഞു. അപ്പം തന്നെ നമ്മുടെ ഭാരം, ആ പശ്ചാത്താപത്തിൻ്റെ ഭാരം, ഗിൽറ്റ് ഫീലിംഗ് നമ്മുടെ കുറഞ്ഞ് വരും. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഹോംവർക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഇപ്പം നിങ്ങൾക്ക് ചെയ്താൽ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റില്ല, പക്ഷെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട ഹോംവർക്ക്, മനസ്സിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ, ഭാരിച്ച ചിന്തകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്തു പോയിട്ടുണ്ടോ, ഡയറി എടുത്തിട്ട് എഴുതൂ. ഫ്രഷ് പേപ്പറിൽ എഴുതൂ. വേറെ ആരെയും കാണിക്കാനല്ല, എല്ലാം നിങ്ങൾ ഈശ്വരനെ എഴുതും. ലെറ്റർ ടു ഗോഡ് എല്ലാം എഴുതി വെച്ചിട്ട് എഴുതുമ്പോൾ എന്താകും? നമ്മുടെ മനസ്സിലെ ഭാരം കുറയും. നമ്മൾ നമ്മളോട് സോറി പറയുക തെറ്റുകൾക്ക്, പിന്നെ ഈശ്വരനോടും പറയുക. ആരെല്ലാം മനുഷ്യരോടൊപ്പം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ അവരോടെല്ലാം മനസ്സുകൊണ്ട് പറഞ്ഞ് ഭഗവാന് എഴുതി വയ്ക്കും. മനസ്സ് വളരെ ലൈറ്റായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുക? പരംധാം വീട്ടിലേക്ക്, സുഖചികിത്സാ കേന്ദ്രത്തിലേക്ക് പോവുക, എഴുതി വയ്ക്കുക. എന്നിട്ട് 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ 7 ഗുണങ്ങളും അര മിനിറ്റ് ഓർമ്മിക്കുക. എന്നിട്ട് സുഖചികിത്സാ കേന്ദ്രത്തിലേക്ക് പോവുക, പരംപിത പരമാത്മാവിൻ്റെ അടുത്തേക്ക് പോവുക. ചിത്രത്തിൽ കണ്ടില്ലേ ഗണേശനും മുരുകനും ഒക്കെ ആ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തിട്ട് കിടക്കുന്ന ചിത്രം? അത് നല്ലതാണ്. മെഡിറ്റേഷനിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ, ആത്മാവായ ഞാൻ അതേപോലെ പരം ജ്യോതി പരമപ്രകാശത്തിന് മുന്നിൽ ഈശ്വരൻ, നമ്മൾ ഈശ്വരനെ ആലിംഗനം ചെയ്യുക. അർത്ഥം എന്താ? ഈ ശരീരം കൊണ്ടല്ലല്ലോ പോണേ, ഈ കൈകൾ കൊണ്ടല്ലല്ലോ. ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ കരങ്ങൾ എന്നെ തഴുകുകയാണ്. ഈശ്വരൻ തൻ്റെ കിരണങ്ങൾ, പരമപ്രകാശത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് നമ്മളെ തഴുകുന്നത്, ഈശ്വരൻ നിന്ന് ശക്തിയുടെ കിരണങ്ങൾ നിറയുന്നത്, ഭഗവാന്റെ അടുത്തുനിന്ന് സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നിറയണത്, അല്ല പവിത്രതയുടെ കിരണങ്ങൾ നിറയണത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ശരീരത്തിൽ നിറഞ്ഞ് നമ്മുടെ കിടക്കയ്ക്ക് ചുറ്റും ഈശ്വരൻ്റെ കിരണങ്ങൾ നിറയുന്നത്, വീട് മുഴുവൻ ആ പരം ജ്യോതിയുടെ പരമ്പൊരുളിൻ്റെ പ്രകാശക്കടൽ നമ്മുടെ വീടിനു ചുറ്റും, ആ പരം ജ്യോതി സ്വരൂപൻ്റെ പരമാത്മാവാകുന്ന സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട് വീടിനു ചുറ്റും ഒരു കോട്ട പോലെ, നമ്മുടെ നാടിനു ചുറ്റും ആ കോട്ട കണ്ടുകൊണ്ട് ഭഗവാന്റെ കോട്ടയ്ക്കുള്ളിൽ, ശക്തി കിരണങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങാണ്. എല്ലാവർക്കും സുഖമായ നിദ്രയുണ്ടാകട്ടെ, സമസ്ത വിശ്വത്തിനും സുഖനിദ്ര കിട്ടട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തിൽ വേണം ഇന്ന് ഉറങ്ങാൻ. ഭഗവാന്റെ മടിയിൽ വീട്ടിൽ പോയിട്ട്, അല്ല അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം വേണം ഇന്ന് ഉറങ്ങാൻ. ആരാച്ഛനും അമ്മയും അല്ലെ പരംപിത പരമാത്മ, ശിവ പരമാത്മ. ശിവ എന്ന് പറഞ്ഞ മംഗളകാരി, ശിവ എന്ന് പറഞ്ഞ ബിന്ദു രൂപം, ശിവ എന്ന് പറഞ്ഞ ബീജം. ഭഗവാന്റെ രൂപം ബിന്ദുവാണ്, ബീജസമാനാണ്, സർവരുടെയും മംഗളകാരിയാണ്. ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ ഒന്നും വ്യത്യാസമില്ല. സമസ്ത വിശ്വത്തിൽ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ 800 കോടി ആത്മാവിൻ്റെയും മംഗളകാരിയാണ് ആര്? പരംപിത പരമാത്മാ. ആ പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്കിന്ന് രാത്രി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം. നാളെ രാവിലെ എന്ത് ചെയ്യണം? രാവിലെ എത്ര നേരത്തെ എഴുന്നേക്കാമോ നാളെ മുതൽ ഒരു നല്ല ശീലം തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങൂ. പറ്റണ എല്ലാവരും കഴിയുന്നത് രാത്രി 10 മണിക്കുള്ളിൽ ഉറങ്ങിയിട്ട് കഴിയുമെങ്കിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും. സുഖചികിത്സാ കേന്ദ്രത്തിൽ
അഡ്മിറ്റായി ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയമാണ് രാവിലെ. ബ്രഹ്മകുമാരീസിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് 4 തൊട്ട് 4:45 വരെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ലക്ഷക്കണക്കിന് പേര് വിശ്വത്തിൽ, ഫാമിലീസ്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത് രാവിലത്തെ സമയം. ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിനെ ഓർമ്മിക്കാൻ പറ്റിയ സമയമാണ്. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പോയി വീട്ടിലിരുന്നാൽ മതി, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. ഭഗവാൻ നമ്മുടെ സുഖചികിത്സ ഓട്ടോമാറ്റിക്. അപ്പം നമുക്കൊന്നും പറയേണ്ട പോലും ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഭഗവാൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് രാവിലെ നമ്മൾ സൂര്യപ്രകാശം കൊള്ളാൻ സൂര്യൻ ഉദിക്കുമ്പോൾ പോയിരിക്കില്ലേ, അതേപോലെ പരമാത്മാ സൂര്യോദയം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണ് രാവിലെ 4 മണി. പ്രഭാതത്തിൽ സൂര്യപ്രകാശം കൊള്ളാൻ നമ്മൾ ഫിക്സഡ് ടൈമിൽ പോയിരിക്കില്ലേ, അതുപോലെ ഈശ്വരൻ്റെ സൂര്യകിരണങ്ങളേൽക്കാൻ, ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേൽക്കാൻ പറ്റിയ സമയമാണ് രാവിലെ 4 മണി. നിങ്ങൾക്ക് ആർക്കൊക്കെ കഴിയുമെങ്കിൽ 4 മണിക്ക് തുടങ്ങൂ. അല്ല, നിങ്ങളിപ്പോൾ എത്ര മണിക്ക് എഴുന്നേക്കുന്നു? ആദ്യത്തെ ദിവസത്തെ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, പതുക്കെ അരമണിക്കൂർ നേരത്തെയാക്കി. ഇപ്പോൾ 7 മണിക്ക് എഴുന്നേക്കുന്ന ശീലമാണെങ്കിൽ 6:30 പതുക്കെ അത് 6 മണിക്കാക്കൂ, പതുക്കെ 5:30 അങ്ങനെ പതുക്കെ 4 മണിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമുക്ക് നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് യൂട്യൂബിലുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ രാവിലെ അമൃത് വേളയിലെ, നമ്മളിവിടെ അമൃതവേള എന്നാണ് പറയുക, ബ്രഹ്മമുഹൂർത്ത സമയത്തിന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മെഡിറ്റേഷൻ കമൻട്രിയുടെ ലിങ്ക് ഇട്ട് തരും. നിങ്ങൾക്കത് കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം. ഏറ്റവും നല്ല സുഖചികിത്സ രാവിലെ ചെയ്തിട്ട് ഫുൾ ഡേ നിങ്ങൾ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യൂ. പകൽ സമയത്ത് ഒരു ഹോംവർക്കും കൂടി. പകൽ സമയത്ത് എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ് പരംധാം വീട്ടിൽ പരമാത്മാ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് ഈശ്വരൻ്റെ അടുത്ത് ഓരോ തവണ പോകുമ്പോഴും ഒരു ഗുണത്തിൻ്റെ ഫീലിംഗ് ചെയ്തിട്ട് വരാം. ശാന്തിയുടെ സൂര്യനായിട്ട് കാണുക, ശാന്തിയുടെ കിരണങ്ങൾ ആത്മാവിലെ ബാറ്ററിയിൽ നിറയണ ഫീൽ ചെയ്യുക, ആ ഫീലിംഗ് ശരീരത്തിൽ മുഴുവൻ ചാർജ് ചെയ്യുന്നത് ഫീൽ ചെയ്യുക. അങ്ങനെ 7 ഗുണങ്ങൾ 7 തവണയെങ്കിലും നാളെ ചെയ്യൂ. ഓരോ തവണയും ഭഗവാനെ ഓരോ ഗുണത്തിൻ്റെ കടലായി കാണൂ, സൂര്യനായിട്ട് കാണൂ. ആത്മാവിൽ ചാർജ് നിറയ്ക്കൂ, ശരീരത്തിലേക്ക് ആ ചാർജ് നിറയുന്ന ഫീൽ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും. 1 മിനിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ 30 സെക്കൻഡെങ്കിലും ഓരോ തവണയും ചെയ്യും. അങ്ങനെ നാളെ ഒരു 7 തവണ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ ഈ 3 ഹോംവർക്ക് രാത്രി എഴുതി വയ്ക്കുക. ലെറ്റർ രാവിലെ കഴിയുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കുക, അല്ലെങ്കിൽ എപ്പോൾ രാവിലെ എഴുന്നേക്കുന്നു മെഡിറ്റേഷൻ ചെയ്യും. അരമണിക്കൂർ 3/4 മണിക്കൂർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യും. 10 മിനിറ്റിൽ നിന്ന് തുടങ്ങിയാൽ മതി. പിന്നെ ഫുൾ ഡേ 1 മണിക്കൂറിൽ 1 മിനിറ്റ്.